Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Rama Rama, Hare Hare. Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Rama Rama, Hare Hare, Hare Hare Krishna. Hare Krishna Mataji. Hare Krishna Mataji. Pranama Mataji. Pranam. नानांशनाशलाघया चक्षुर्मीलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले वन्देऽहं श्रीगुरो श्रीयुतपदकमलं श्रीगुरुन् वैष्णवांश्च श्रीरूपं साग्रजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं वर्जनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सहगणललिता विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमदे भक्तिवेदान्तस्वामिन् इति नामिने नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे वाञ्छाकल्पतरुभ्यश्च कृपासिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पदे गोपेशा गोपिका कान्ता राधा कान्त नमोऽस्तुते तप्त काञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैता गदाधर शिवासादि गौर भक्त वृंदा। हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे. ഹരേ കൃഷ്ണ. ശ്രീ രാധാ ഗോവിന്ദ് മന്ത്രി ഇസ്കോൺ മൈസൂരിന്റെ ഷോർട്ട് ഭാഗവതം ക്ലാസ്സിലേക്ക് എല്ലാ ഭക്തന്മാർക്കും സ്വാഗതം. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നിഗമകൽപതരോർഗളിതം ഫലം ശുഖമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാവു വിഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീം. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. മദേകബന്ധോ മത്സംഗിൻ മദ്ഗുരോ മന്മഹാധന മന്നിഷ്ടാരക മദ്ഭാഗ്യ മദാനന്ദാനമോസ്തേ ഗ്രന്ഥ ശ്രീമദ് ഭാഗവതം കി ജയ്. ശ്രീല പ്രഭുപാദ് കി ജയ്. ശ്രീമദ് ഭാഗവതം സ്കന്ധം 2 അധ്യായം 3 ഭക്തിയുത സേവനം, ഹൃദയത്തിന്റെ പരിവർത്തനം. നമ്മള് ഇന്നലെ 11ാമത്തെ ശ്ലോകം കുറച്ച് ബാക്കിയുണ്ട്. നമുക്ക് അടുത്ത ശ്ലോകം എടുത്തിട്ട് അത് വായിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 12. ജ്ഞാനം യഥാ പ്രതിനിവൃത്ത ഗുണോർമി ചക്രം ആത്മപ്രസാദ ഉദയത്ര ഗുണേഷ്വസംഗഃ കൈവല്യ സമ്മത പദസ്ത്വദഭക്തി യോഗഃ ഓ നിർവൃതോ ഹരികഥാ സുരതിം ന കുര്യാത്. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഭഗവതേ വാസുദേവായ. ജ്ഞാനം യഥാ പ്രതിനിവൃത്ത ഗുണോർമി ചക്രം ജ്ഞാനം യഥാ പ്രതിനിവൃത്ത ഗുണോർമിചക്രം ആത്മപ്രസാദ ഉദയത്ര ഗുണേശ്വസംഗഃ കൈവല്യസമ്മതപദസ്ത്വദഭക്തിയോഗഃ നിർവൃതോ ഹരികഥാസു രതിം രതിം ന കുര്യാത്. Hare Krishna.
ഹരേ കൃഷ്ണ. കറണ്ട് പോയി. ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് അവരുടെ ഫംഗ്ഷൻ കൂട്ടാറുണ്ട്. പണ്ട് ചെയ്തിരുന്ന കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഒരു ജ്ഞാനം യത് ഏതൊന്ന് ആ അറ്റം വരെ ഏതൊന്ന് ആ അറ്റം വരെ പ്രതിനിവൃത്ത പൂർണ്ണമായി പിൻവലിച്ചു. ഗുണ ഊർമി ഭൗതിക ഗുണങ്ങൾ എന്ന അത്തിരകൾ. ചക്രം നീർച്ചുഴി. പ്രസാദ ആത്മസംതൃപ്തി. ഉദ അതിലുപരി. യത്ര അവിടെ. ഗുണേഷു പ്രകൃതി ഗുണങ്ങളിൽ. അസംക ആസക്തിയില്ലാതെ. കൈവല്യ അതീന്ദ്രിയം. സമ്മതം. പതഃ പാത. തു എന്നാൽ. അഥ ആകയാൽ. ഭക്തിയോഗ ഭക്തിയുത യോഗം. ആര്. നിർവൃത അമഗ്നമായി. ഹരികഥാസു ഭഗവാന്റെ അതീന്ദ്ര വിഷയങ്ങൾ. രതിം ആകർഷണം ഇല്ല. കുര്യാ ചെയ്യുക. വർത്തനം ഭാവത്തമേസി ഭക്തി വേദാന്ത സംശയ പ്രപാദിച്ചേ. ഭൗതിക ഗുണങ്ങൾ എന്ന തിരമാലകളെയും നീർച്ചുഴികളെയും പൂർണ്ണമായും വിലക്കുന്നതിന്റെ ഫലമായി ഉണ്ടാകുന്ന ജ്ഞാനമാണ് പരമപുരുഷനായ ഭഗവാൻ ഹരിയുമായി ബന്ധപ്പെട്ട അതീന്ദ്രനാണ്. എല്ലാ ഭൗതിക ആസക്തികളിൽ നിന്നും വിമുക്തമാകയാൽ അത്തരം ജ്ഞാനം ആത്മസംതൃപ്തി വരുത്തുന്നതുമാകുന്നു. മാത്രവുമല്ല അതീന്ദ്രിയമാകയാൽ പ്രമാണികരാൽ അംഗീകൃതവുമാണത്. ആകയാൽ ഭഗവത് വിഷയങ്ങളിൽ ആകർഷിതമാകാനുള്ള അഥവാ നിമഗ്നമാകാനുള്ള സന്ദർഭത്തെ ആരെങ്കിലും നഷ്ടപ്പെടുത്തുമോ? അപ്പോ നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തില് 11ാമത്തെ ശ്ലോകത്തില് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു എടുക്കാൻ. അത് എന്തായിരുന്നു ശ്ലോകം ഓർമ്മയുണ്ടോ? നല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ശ്ലോകമാണെന്ന് നമ്മൾ പറഞ്ഞു. അല്ല 10ാമത്തെയാണ് ഇമ്പോർട്ടന്റ്. 11ാമത്തെ ശ്ലോകം വന്നിട്ട് ഏതാവനേവ യജതാം ഇഹ നിശ്ചേയസോദയഃ ഭഗവത്യചലോ ഭാവോ യദ്ഭഗവത സംഗതഃ. വർത്തനം ഭാവത്തമേസി ഭക്തി വേദാന്ത സംശയ പ്രപാദിച്ചേ. ബഹുവിധ ദേവന്മാരെ ആരാധിക്കുന്ന എല്ലാ വ്യത്യസ്ത ആരാധനാ ക്രമങ്ങളിലെ ഉപാസകർക്കും പരമദിവ്യോത്തം പുരുഷനിൽ പതരാതെ സ്ഥിരീകരിച്ച സ്വാഭാവിക ആകർഷണമാകുന്ന ഉദാത്തമായ പരിപൂർണത ആശീർവാദം പരിശുദ്ധ ഭഗവത് ഭക്തന്മാരുടെ സംസർഗത്താൽ മാത്രമേ പ്രാപ്തമാക്കാൻ കഴിയുകയുള്ളൂ. ഈ ഒരു ശ്ലോകത്തിന്റെ ഭാവാർത്ഥം നമ്മളും പൂർണ്ണമാക്കിയിട്ടുണ്ടായില്ല. അതായത് മറ്റു ദേവീ ദേവന്മാരെ ആരാധിക്കുന്നവരും ഭക്തന്മാരാകി മാറണമെങ്കിൽ, അവർക്ക് ഭഗവാനെ കിട്ടണമെങ്കിൽ ഭഗവാന്റെ ഭക്തന്മാരുടെ സേവനത്തിൽ ഏർപ്പെടണം, അല്ലെങ്കിൽ അവരുടെ കാരുണ്യം ഉണ്ടാവണം എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഭഗവത്ഗീതയിൽ ഒരു ശ്ലോകം ഉദ്ധരിച്ച് നമ്മൾ പറഞ്ഞു, ഏത് ദേവന്മാരെ നമ്മൾ ഓരോ ദേവന്മാരെ ആരാധിക്കുമ്പോൾ അതാത് ദേവന്മാരുടെ ഗ്രഹങ്ങളിലേക്കാണ് നമ്മൾ പോവുക. ഭഗവാനെ ആരാധിച്ചാൽ ഭഗവാന്റെ ധാമത്തിലേക്കാണ് നമ്മൾ പോവുക, അല്ലെ? ഭൂതപ്രേത പിശാചുക്കളെയാണ് നമ്മൾ ആരാധിക്കുന്നെങ്കിൽ അവരുടെ ലോകത്തിലേക്ക് പോകും. പിതൃക്കളെ ആരാധിക്കുന്നവർ പിതൃക്കളുടെ ലോകത്തിലേക്ക് പോകും എന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെ? ഭഗവത്ഗീതയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഭൗതിക ലോകത്തിനുള്ളിലെ എല്ലാ ഗ്രഹങ്ങളും ബ്രഹ്മലോകം ഉൾപ്പെടെയുള്ള എല്ലാ ലോകങ്ങളും അസ്ഥിരങ്ങളാണെന്നും അഥവാ താൽക്കാലികമായി നിലനിൽക്കുന്നതാണെന്നും ഒരു നിശ്ചിത കാലഘട്ടത്തിന് ശേഷം അവയെല്ലാം സമൂലം നശിക്കപ്പെടുമെന്നും ഭഗവത്ഗീതയിൽ നിന്നും നമുക്കറിവുണ്ട്. ആകയാൽ സർവം ഉന്മൂലനം ചെയ്യപ്പെടുന്ന യുഗത്തിൽ ദേവന്മാരും അവരുടെ അനുയായികളും എല്ലാം സമൂലം നശിക്കപ്പെടുന്നു. എന്നാൽ ദൈവരാജ്യത്തിൽ അഥവാ ഭഗവത് ധാമത്തിൽ എത്തിച്ചേരുന്ന ഒരുവന് ശാശ്വത ജീവിതത്തിൽ സ്ഥായിയായ ഒരു അംശം ലഭിക്കുന്നു. വൈദിക ഗ്രന്ഥങ്ങളുടെ നിർണയമാണിത്. വൈദിക പാഠാന്തരത്താൽ ബോധ്യം വരുത്തപ്പെട്ടവരാകയാൽ ദേവന്മാരുടെ ഉപാസകർക്ക് അഥവാ ആരാധകർക്ക് അവിശ്വാസികളെക്കാൾ ഒരു സൂകരതയുണ്ട്. അതിലൂടെ പരമപുരുഷനായ ഭഗവാനെ ആരാധിക്കുന്നതിനാലുള്ള നേട്ടത്തെക്കുറിച്ച് അറിവ് അവർക്ക് ആർജിക്കാൻ കഴിയും. എങ്കിലും വേദപഠാന്തകരിൽ യാതൊരു വിശ്വാസവുമില്ലാത്ത തികഞ്ഞ ഭൗതികവാദി അതീന്ദ്രിയ ജ്ഞാനത്തിന്റെ രാജ്യത്ത് ഒരിക്കലും എത്തിപ്പെടാൻ കഴിയാതെ അപൂർണമായ പരീക്ഷണാർത്ഥമുള്ള ജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള തെറ്റായ ദൃഢവിശ്വാസത്തിലൂടെയോ അല്ലെങ്കിൽ ഭൗതികമായ ശാസ്ത്രം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നതിലൂടെയോ നയിക്കപ്പെട്ട് ശാശ്വതമായി അന്ധകാരത്തിൽ അഥവാ അജ്ഞതയിൽ നിലകൊള്ളുന്നു. അപ്പോ നമ്മള് ദേവീദേവന്മാരെ ആരാധിക്കുമ്പോൾ അവർക്ക് ചെറിയൊരു സാധ്യത ഉണ്ടെന്നാണ് ഇവിടെ പറയുന്നത്. കാര്യം എന്തുകൊണ്ടാണ്? അവർ ദേവീദേവന്മാരായിട്ടുള്ളത്, അല്ലെങ്കിൽ അവർക്ക് ദൈവികമായ ആ ഒരു ക്വാളിറ്റി കിട്ടിയിരിക്കുന്നത് അവർ ഭഗവാന്റെ ഭക്തന്മാരായതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് അവർക്ക് പിന്നെ തുടർന്ന് ഭക്തി ചെയ്തു കഴിഞ്ഞാൽ അവർക്കൊരു ചെറിയൊരു ആശ്വാസമുണ്ട്. പക്ഷെ അതേസമയം ഭഗവാനിലെ ദൈവത്തിലേ വിശ്വസിക്കാത്ത ആളുകളുടെ കാര്യം അധോഗതിയാണെന്നാണ് പറയുന്നത്. അവര് എന്താണ് ഭൗതിക പ്രകൃതിയെ മാത്രം വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ
ശാസ്ത്രം മാത്രം വിശ്വസിക്കുന്നു, ആ ഒരു രീതിയിൽ പോകുന്ന ആളുടെ ഗതി എന്ന് പറയുന്ന അവര് അജ്ഞതയിൽ തന്നെ നിലകൊള്ളുന്നു എന്നാണ് പറയുന്നത്. അവർക്ക് യാതൊരു ഹോപ്പും ഇല്ല അല്ലെ, അവർക്ക് അതീന്ദ്രിയ ധാമത്തിലേക്ക് എത്താന്നുള്ളതിന് യാതൊരു ഹോപ്പും ഇല്ല. അവിടെ മാത്രമേ എന്തുള്ളൂ, ശാശ്വതത്വം ഉള്ളൂ. എല്ലാവർക്കും മരിക്കാതെ ഒരുപാട് കാലം, അല്ലെങ്കിൽ മരണമില്ല പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാലം എന്ന് പറയേണ്ട കാര്യമില്ല അല്ലെ, മരിക്കാതെ ശാശ്വതമായിട്ട് സുഖമായിട്ട് ജീവിക്കണം, സന്തോഷമായിട്ട് സുഖമായിട്ട് ജീവിക്കണം, ഇതിനാണ് എല്ലാവരും പദ്ധതി ഇടുന്നത്. പക്ഷേ മരണം ഒരു ദിവസം പെട്ടെന്ന് അങ്ങ് വരികയാണ് ചെയ്യുന്നത് അല്ലെ. ഒരു ദിവസം ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴേക്കും നമുക്ക് കേൾക്കാം ഇന്നവിടുത്തെ ഇന്നയാള് മരിച്ചു എന്നൊരു വാർത്ത കേൾക്കാം അല്ലെ. അവർ എത്ര തന്നെ പരിശ്രമിച്ചാലും മരണത്തെ ഇല്ലാതെയാക്കാൻ ആർക്കും സാധിക്കുന്നില്ല. അതുപോലെ അങ്ങനെ നമ്മൾ ഭൗതികമായി മാത്രം ചിന്തിച്ച് അതിനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവർക്ക് അടുത്ത ജന്മത്തിലും എന്താണ്, പുരോഗതി ഇല്ല, അവര് അജ്ഞതയിൽ തന്നെയാണ് വരിക. അതുകൊണ്ട് ദേവീദേവന്മാരെ ആരാധിക്കുന്നവര് അവരിൽ ഭേദമാണ് എന്നാണ് പറയുന്നത്. ആകയാൽ തികഞ്ഞ ഭൗതികവാദികൾ അഥവാ അസ്ഥിരമായ ദേവന്മാരെ ഉപാസിക്കുന്നവർ പരിശുദ്ധ ഭഗവത് ഭക്തരെ പോലുള്ള അതീന്ദ്രിയവാദികളുടെ സമ്പർക്കത്തിൽ ഏർപ്പെടാത്ത പക്ഷം അവരുടെ ഉദ്യമങ്ങൾ വെറും ഊർജം പാഴാക്കൽ മാത്രമാണ്. ദിവ്യ വ്യക്തിത്വങ്ങളുള്ള പരിശുദ്ധ ഭഗവത് ഭക്തരുടെ അനുഗ്രഹത്താൽ മാത്രം മാനവ ജീവിതത്തിന്റെ പരമപരിപൂർണതയാകുന്ന പരിശുദ്ധ ഭക്തി ഒരുവനെ പ്രാപ്തമാക്കാൻ കഴിയും. ഒരുവന് പുരോഗമനോന്മുഖമായ ജീവിതത്തിന് ഉചിതമായ പാത കാട്ടിക്കൊടുക്കുവാൻ ഒരു പരിശുദ്ധ ഭഗവത് ഭക്തന് മാത്രമേ കഴിയുകയുള്ളൂ. അസ്ഥിരമായ ഭൗതിക സുഖാസ്വാദനങ്ങളെ അനുധാവനം ചെയ്യുന്ന ഇരു ജീവിത ശൈലികളും, അതായത് ഭഗവാനെ കുറിച്ചോ ദേവന്മാരെ കുറിച്ചോ യാതൊരു അറിവുമില്ലാത്ത ജീവിത ശൈലിയും ദേവന്മാരുടെ ആരാധനയിൽ വ്യാപൃതമായ ജീവിതവും മായാദർശനത്തിന്റെ രണ്ട് വ്യത്യസ്ത ഭാവങ്ങളാണ്. ഭഗവത്ഗീതയിലും അവരെ മനോജ്ഞമായി വിശദമാക്കിയിരിക്കുന്നു. എന്നാൽ പരിശുദ്ധ ഭഗവത് ഭക്തന്മാരുടെ സംസർഗത്താൽ മാത്രമേ ഭഗവത്ഗീതോപദേശങ്ങളെ മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ. രാഷ്ട്രീയക്കാരുടെയോ ശുഷ്കമായ തത്വദർശന ചിന്തകരുടെയോ വ്യാഖ്യാനങ്ങളാൽ അതിന് കഴിയില്ല. അപ്പോ ഈ പറയുന്ന ദേവീ ദേവന്മാരുടെ ആരാധിക്കുന്ന ഉപാസകർക്ക് പോലും ഭഗവാന്റെ ഭക്തന്മാർക്ക് സേവനം ചെയ്യുന്നതിലൂടെ മാത്രമേ അവർക്ക് ഭഗവത് ധാമത്തിലേക്ക് പ്രവേശിക്കാൻ അവസരം കിട്ടുള്ളൂ. നമുക്ക് ഈ പറയുന്ന കാര്യത്തിനൊക്കെ നമുക്ക് ശരിയായ രീതിയിൽ ഉദാഹരണം കിട്ടണമെങ്കിൽ നമ്മള് കുറെ ശിവഭഗവാനെ ആരാധിച്ച ആളാണ് ആര്, രാവണൻ. അതുപോലെ ഭൗമാസുരനാണ്, ആരാണ്, തലയിൽ കൈവച്ചപ്പോ മരിക്കുന്നത് ആരാണ്, പേര് മറന്നുപോയിരിക്കും. ഭസ്മാസുരൻ അല്ലെ. ശിവനെ ആരാധിച്ചിട്ട് ഇവര് പിന്നെ ഇതൊരു അനുഗ്രഹം കൊടുക്കുന്നത് ആരാണ്, ശിവൻ. ഈ ശിവൻ അനുഗ്രഹം കൊടുത്തിട്ട് ശിവന്റെ തന്നെ തലയിൽ കൈവെക്കാൻ പോകുമ്പോ ശിവൻ ആരുടെ അടുത്താ പോയിട്ട് ആശ്രയിക്കുന്നത്, ഭഗവാനെയാണ് ആശ്രയിക്കുന്നത്. ഭഗവാനെയാണ് ആശ്രയിക്കുന്നത്. അപ്പൊ നമ്മള് അതുപോലെ ബ്രഹ്മാവ് ഹിരണ്യകശിപുവിന് വരം കൊടുത്തു അല്ലെ. എന്നിട്ടോ ബ്രഹ്മാവ് ഇനി ആരോടാ പോയി റിക്വസ്റ്റ് ചെയ്യുന്നത്, ഭഗവാന്റെ അടുത്താ പോയി റിക്വസ്റ്റ് ചെയ്യുന്നത് അല്ലെ. ഇയാളെ കൊണ്ടുള്ള ഉപദ്രവം സഹിക്കാൻ പറ്റാണ്ടാണ് ഭഗവാൻ നരസിംഹ ഭഗവാനായിട്ട് വരുന്നത്. അപ്പോ എല്ലാവരും അനുഗ്രഹം കൊടുക്കുന്നുണ്ട്, വരം കൊടുക്കുന്നുണ്ട്. പക്ഷെ എന്നാലും അവരെന്താണ്, പെട്ടുപോവുകയാണ് ചെയ്യുന്നത് അല്ലെ. അവർക്ക് ആരെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നു, പിന്നെ ഭഗവാനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നു. മാത്രമല്ല ഇവർ അനുഗ്രഹം കൊടുത്താലും മുഴുവൻ ശക്തി കൊടുത്താലും അവർക്കൊക്കെ എന്ത് സംഭവിക്കുന്നു, അവർക്കൊക്കെ എന്നിട്ടും മരണം സംഭവിക്കുന്നു അല്ലെ. അവരൊക്കെ ആഗ്രഹിക്കുന്നത് മരണമില്ലാതെ ജീവിക്കാൻ വേണ്ടിയാണ് ഇവരെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇപ്പോ ശിവനെ ആയാലും ബ്രഹ്മാവിനെ ആയാലും അതുപോലെയുള്ള ദേവി ദേവന്മാരെയൊക്കെ നമ്മൾ ആശ്രയിക്കുന്നത് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് കുറെ കാലം അല്ലെങ്കിൽ ഒരിക്കലും മരിക്കാതെ ജീവിക്കാൻ വേണ്ടിയാണ്. പക്ഷെ അവിടെയൊക്കെ എന്താ സംഭവിക്കുന്നത്, പരാജയമാണ് സംഭവിക്കുന്നത് അല്ലെ. ഈ അനുഗ്രഹം കിട്ടിക്കഴിയുമ്പോൾ ഇവരുടെ അവസ്ഥ എന്താണ്, അതും കൂടെ നമ്മളൊന്ന് അറിഞ്ഞു നോക്കൂ. രാവണന്റെ അവസ്ഥ എന്താണ്, അഹങ്കാരമാണ് വരുന്നത് അല്ലെ. ഭഗവാനെ പോലും വെല്ലുവിളിക്കാനുള്ളൊരു മാനസിക സ്ഥിതിയാണ് അവർക്ക് വരുന്നത്. അവർക്ക് എന്ത് കിട്ടുന്നില്ല, പരിപൂർണമായ ജ്ഞാനം കിട്ടുന്നില്ല. എന്നാൽ ഭഗവാന്റെ ഭക്തന്മാരായിരിക്കുന്നവരെ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കൂ. നമ്മള് പ്രഹ്ലാദ് മഹാരാജ് ചെറിയ കുട്ടിയാണ് അല്ലെ, 5 വയസ്സായ കുട്ടിയാണ്. ആ കുട്ടീനെ അച്ഛൻ എത്രമാത്രം ഉപദ്രവിച്ചിട്ട് പോലും ആ കുട്ടിക്ക് ആ ഭഗവാനുള്ള വിശ്വാസം ഒട്ടും തന്നെ ഇല്ലാണ്ടാവുന്നില്ല. എന്നാൽ തന്നെ ഉപദ്രവിക്കുന്ന അച്ഛനോട് അല്ലെങ്കിൽ ഹിരണ്യകശിപുവിനോട് ഒരു പ്രതികാര ബുദ്ധിയോ അദ്ദേഹത്തെ ഉപദ്രവിക്കണമെന്ന ഒരു ചിന്തയോ ആ കുട്ടിക്ക് ഉണ്ടാവുന്നില്ല അല്ലെ. ഇതാണ് ഭഗവാന്റെ ഭക്തന്മാർക്ക് കിട്ടുന്ന ഒരു ക്വാളിറ്റി. അപ്പൊ നമ്മൾ മറ്റു ദേവന്മാരെ ആശ്രയിക്കണോ ഭഗവാനെ ആശ്രയിക്കണോ എന്നുള്ളത് നമുക്ക് ഭാഗവതത്തിൽ ഭഗവാന്റെ ഭക്തന്മാരെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അതുപോലെ ഇങ്ങനെയുള്ള കുറെ ഡിമൻസ് ഉണ്ട്, അതായത് രാക്ഷസന്മാര് മറ്റു ദേവി ദേവന്മാരെ ആശ്രയിച്ച് അവരെ പ്രീതിപ്പെടുത്തി ഓരോരോ വരങ്ങൾ വാങ്ങിച്ച് അവരുടെ ജീവിതവും നമ്മൾ നോക്കൂ. അവർക്ക് ഒരിക്കലും എന്ത് കിട്ടുന്നില്ല, ഒരിക്കലും ഒരു ഭക്തന്റെ ക്വാളിറ്റീസ് ഉണ്ടാവുന്നില്ല. അപ്പൊ ശരിക്കും നമ്മള് ആരെയാണ് ആശ്രയിക്കേണ്ടത്, ഭഗവാനെ തന്നെയാണ് ആശ്രയിക്കേണ്ടത് അല്ലെ. ഭഗവാനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് നല്ലൊരു ക്വാളിറ്റി അല്ലെ, ഒരു പേഴ്സണാലിറ്റി നമുക്ക് വരുന്നു.
പിന്നെ നമുക്കൊരിക്കലും പരാജയം സംഭവിക്കുന്നില്ല. ഭഗവാന്റെ ധാമത്തിലേക്ക് തിരിച്ചു പോകാൻ സാധിക്കുന്നു. ആർക്കും ആരോടും ഒരു വിരോധം ഉണ്ടാക്കേണ്ടി വരുന്നില്ല, അല്ലെ? ഒരു പ്രശ്നങ്ങളില്ലാത്തൊരു ലൈഫ് വേണമെങ്കിൽ എന്ത് വേണം? ഭഗവാന്റെ ഭക്തന്മാരാകുക തന്നെ വേണം, അല്ലെ? അത് നമുക്ക് ശരിക്കും ആ ഭക്തന്മാരെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അവരുടെ ലൈഫ് നോക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. ഹരേ കൃഷ്ണ. ഇവിടെ ഈ ശ്ലോകത്തില് ഭൗതിക ഗുണങ്ങൾ എന്ന തിരമാലകളെയും നീർച്ചുഴികളെയും പൂർണ്ണമായും വിലക്കുന്നതിന്റെ ഫലമായി ഉണ്ടാകുന്ന നാനമാണ് പരമപുരുഷനായ ഭഗവാൻ ഹരിയുമായി ബന്ധപ്പെട്ട അതീന്ദ്രിയ നാനം. അതായത് ഈ ഭൗതിക മാലിന്യങ്ങൾ ഇല്ലാത്തതാണ് എന്ത്? ഭഗവാനെ സംബന്ധിക്കുന്ന അതീന്ദ്രിയമായ നാനം. ഭൗതിക ഗുണങ്ങൾ എന്ന തിരമാലകൾ പറയുന്നത് എന്താണ്? സത്ത്, രജസ്, തമസ്, അല്ലെ? ഇതിന്റെ ഒരു മിക്സിംഗ് ആണ് ഈ ഭൗതിക ലോകത്തെ സകല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത്. അപ്പോ തിരമാലകളെയും നീർച്ചുഴികളെയും പൂർണ്ണമായും വിലക്കുന്നതിന്റെ ഫലമായി ഉണ്ടാകുന്ന നാനമാണ് പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ ഹരിയുമായി ബന്ധപ്പെട്ട അതീന്ദ്രിയ നാനം. എല്ലാ ഭൗതിക ആസക്തികളിൽ നിന്നും വിമുക്തമാകിയാൽ അത്തരം നാനം ആത്മസംതൃപ്തി വരുത്തുന്നതുമാകുന്നു. അപ്പോൾ ഭൗതികമായ യാതൊരു മാലിന്യവും ഇല്ലാത്തത് കൊണ്ടാണ് ആ നാനം എന്താണ്? നമ്മൾക്ക് എപ്പോഴും സംതൃപ്തി. അതാണ് ഞാനിപ്പോ നേരത്തെ പറഞ്ഞ പോലെ ഭഗവാന്റെ ഭക്തന്മാർക്ക് ആരോടും വിരോധം ഇല്ല, ആരെയും ഉപദ്രവിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഇല്ലാത്തത് എന്തുകൊണ്ടാണ്? അവരിൽ തന്നെ നല്ല സംതൃപ്തരാണ്, അതുകൊണ്ടാണ്. പക്ഷെ ആസുരികമായ പ്രകൃതി ഉള്ളവർക്ക് എന്താണ്? എപ്പോഴും ദേഷ്യം, വെറുപ്പ്, മത്സര ബുദ്ധിയൊക്കെയാണ് അവർക്ക് ഉണ്ടാവുക, അല്ലെ? മറ്റൊരാളെ തകർക്കണം, അവരെ നശിപ്പിക്കണം എന്നുള്ള രീതിയിലാണ് അവര് ബിഹേവ് ചെയ്യുക. പക്ഷെ ഈ പറയുന്ന അതീന്ദ്രിയ ജ്ഞാനം ലഭിച്ച ആളുടെ പ്രത്യേകത എന്താണ്? ആ വ്യക്തി ആത്മസംതൃപ്തി ഉള്ള ആളാണ്. മാത്രമല്ല അതീന്ദ്രിയമാകയാൽ പ്രാമാണികരാൽ അംഗീകൃതവുമാണത്. ആകയാൽ ഭഗവത് വിഷയങ്ങളിൽ ആകർഷിതമാകാനുള്ള അഥവാ നിമഗ്നമാകാനുള്ള സന്ദർഭത്തെ ആരെങ്കിലും നഷ്ടപ്പെടുത്തുമോ? അപ്പോ അതിനുള്ള ഒരു സന്ദർഭം കിട്ടിക്കഴിഞ്ഞാൽ, ഭഗവാന്റെ വിഷയങ്ങളിൽ ആസക്തനാകാനുള്ള ഒരു സന്ദർഭം കിട്ടിയാൽ അത് ആരെങ്കിലും നഷ്ടപ്പെടുത്തുമോ എന്നാണ് ഈ ശ്ലോകത്തിലൂടെ ചോദിക്കുന്നത്. ഭാവാർത്ഥം എസി ഭക്തി വേദാന്ത സംശയ പ്രഭാഗിച്ച് ഭഗവത്ഗീത 10:9 അനുസരിച്ച് പരിശുദ്ധ ഭക്തരുടെ വിശേഷ ഗുണങ്ങൾ അതിശയനീയമാണ്. ഒരു പരിശുദ്ധ ഭക്തന്റെ തികച്ചും നിർവഹണപരമായ കർമ്മങ്ങൾ സർവദാ ഭഗവത് സേവനത്തിൽ വ്യാപൃതമായിരിക്കുന്നു. അപ്രകാരം ശുദ്ധ ഭക്തന്മാർ അന്യോന്യം പരമാനന്ദ അനുഭൂതികൾ കൈമാറ്റം ചെയ്യുകയും അതീന്ദ്രിയ സ്വർഗീയ ആനന്ദം ആസ്വദിക്കുകയും ചെയ്യുന്നു. ഉത്തമ വിശ്വാസയോഗ്യനായ ആത്മീയ ഗുരുവിന്റെ മാർഗനിർദ്ദേശത്തിന് കീഴിൽ ഉചിതമാവണ്ണം അനുഷ്ഠിക്കുന്ന പക്ഷം ഭക്തിയുടെ പരിശീലന അവസ്ഥയിൽ പോലും സാധനാവസ്ഥ ഈ അതീന്ദ്രിയ പരമാനന്ദത്തെ അനുഭവവേദ്യമാക്കാവുന്നതാണ്. പക്വമായ അവസ്ഥയിൽ അഭിവൃദ്ധമായ അതീന്ദ്രിയ അനുഭൂതി ജീവസത്ത യഥാർത്ഥമായി വ്യവസ്ഥാപിതമായ ഭഗവാനുമായുള്ള സവിശേഷമായ നാദീഭാവത്തിന്റെ സാക്ഷാത്കാരത്തിൽ പരമകാഷ്ഠ പ്രാപിക്കുന്നു. അപ്പോ ഒരു ഭഗവത് ഭക്തനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. 10:9 ശ്ലോകം ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? മജ്ജിത്താമഗ്ഗത പ്രാണ ബോധയന്ത പരസ്പരം കഥയന്തശ്ച മാം നിത്യം ദുഷ്യന്തി ചാരമന്തി ച, അല്ലെ? 19 അതാണ് ശ്ലോകം. അപ്പൊ ഇതിലെന്താ പറയുന്നത്? ഭഗവാന്റെ ഭക്തന്മാർ എന്താ ചെയ്യാ? മച്ചിത്ത മദ്ഗത പ്രാണ ബോധയന്ത പരസ്പരം, അല്ലെ? ഭഗവാനെ കുറിച്ച് അവര് അന്യോന്യം പറഞ്ഞ് അവര് പരമാനന്ദം അനുഭവിക്കുന്നു, സ്വർഗീയ ആനന്ദം അനുഭവിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഉത്തമ വിശ്വാസയോഗ്യനായ ആത്മീയ ഗുരുവിന്റെ മാർഗനിർദ്ദേശത്തിന് കീഴിൽ ഉചിതമാം വണ്ണം അനുഷ്ഠിക്കുന്ന പക്ഷം ഭക്തിയുത പരിശീലന അവസ്ഥയിൽ പോലും ഈ അതീന്ദ്രിയ പരമാനന്ദത്തെ അനുഭവവേദ്യമാക്കാവുന്നതാണ്. അപ്പൊ നമ്മൾ യഥാർത്ഥത്തിലുള്ള ആധ്യാത്മിക ആചാര്യന്റെ ശിക്ഷണത്തിലൂടെ എങ്ങനെ ഭഗവാന്റെ നാമ അപരാധങ്ങൾ കൂടാതെ ജപിക്കാം, അല്ലെ? എങ്ങനെ ഭഗവത്ഗീത, ഭാഗവതം ഒക്കെ പഠിച്ച് നമുക്ക് ആ ഒരു രീതിയിലേക്ക് ഉയരാൻ പറ്റും. അങ്ങനെ നമുക്ക് ഉയരാൻ ആ ഒരു ആധ്യാത്മിക ആചാര്യന്റെ അനുഗ്രഹം കൂടെ ഉണ്ടെങ്കിൽ നമുക്കിത് സാധനാവസ്ഥയിൽ തന്നെ പ്രാപ്തമാക്കാൻ സാധിക്കും. ഈ അതീന്ദ്രിയ ആനന്ദം നമുക്ക് സാധനാവസ്ഥയിൽ, അതായത് ഒരു ശുദ്ധ ഭക്തനും സാധനാ ഭക്തനും തമ്മിൽ അജഗജാന്തര വ്യത്യാസമുണ്ട്, അല്ലെ? ശുദ്ധ ഭക്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി പൂർണ്ണമായിട്ടും ഭഗവാനും നിമഗ്നനാണ്. പക്ഷെ സാധനാ ഭക്തൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മള് നിഷ്ഠയോടുകൂടി, അല്ലെ? ഇത്ര മാല ജപിക്കുക, അതുപോലെ ഇന്ന ഭക്തി സേവനം ചെയ്യുക. അപ്പോ അതൊരു ആധ്യാത്മിക ആചാര്യന്റെ കീഴിൽ അത്രയും ശ്രദ്ധമായ രീതിയിൽ, അതായത് കീഴിൽ ഉചിതമാം വണ്ണം അനുഷ്ഠിക്കുന്ന പക്ഷം എന്നാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ നമ്മൾ ചെയ്താൽ ആ ഒരു സാധന സ്റ്റേജിൽ തന്നെ നമുക്ക് ഈ അതീന്ദ്രിയ ആനന്ദം അനുഭവിക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. പക്വമായ അവസ്ഥയിൽ അഭിവൃദ്ധമായ അതീന്ദ്രിയ അനുഭൂതി ജീവസത്ത യഥാർത്ഥമായി വ്യവസ്ഥാപിതമായ ഭഗവാനുമായുള്ള സവിശേഷമായ നാദീഭാവത്തിന്റെ സാക്ഷാത്കാരത്തിന്റെ പരമകാഷ്ഠ പ്രാപിക്കുന്നു. അപ്പോ അതീന്ദ്രിയ അവസ്ഥയിലേക്ക് നമ്മൾ ശുദ്ധഭക്തന്റെ ലെവലിലേക്ക് ഉയർന്നു കഴിഞ്ഞാൽ അത് ഭഗവാന്റെ ആ ഒരു എന്താ പറയാ യഥാർത്ഥ സ്വരൂപത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ, അല്ലെ? നമ്മളൊരു ഭൗതിക ശരീരത്തിലാണെങ്കിൽ പോലും ആ വ്യക്തി എന്താണ്? ആധ്യാത്മികമായി മാറുകയാണ് ചെയ്യുന്നത്. അതാണ് നമുക്ക് ചില പ്രഭാതരൊക്കെ അദ്ദേഹം ഭൗതിക ശരീരത്തിൽ ഇരിക്കുമ്പോഴും എന്താണ്? അതീന്ദ്രിയനായിരുന്നു.
നമ്മുടെ ഗുരു മഹാരാജ്, പ്രതാപസ്വാമി ഗുരു മഹാരാജ് ഒക്കെ എങ്ങനെയാണ്? അവരൊക്കെ ശരീരത്തിലാണെങ്കിൽ പോലും അവര് അതീന്ദ്രിയരാണ്. പരമമായ അതീന്ദ്ര പരമാനന്ദം എന്ന് ഗണിക്കപ്പെടുന്ന ഭഗവാനുമായുള്ള വൈവാഹിക പ്രേമബന്ധം വരെ അപ്രകാരം ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള ഏക മാർഗമാകിയാൽ ഭക്തിയോഗത്തെ കൈവല്യം എന്ന് വിശേഷിപ്പിക്കുന്നു. ഈ സന്ദർഭത്തിൽ ശ്രീ ജീവഗോസ്വാമി വൈദിക പാഠഭേദം ഏകോ നാരായണോ ദേവ പരാവരാണാം പരമ ആസ്തേ കൈവല്യ സംഹിത ഉദ്ധരിക്കുകയും പരമദിവ്യോത്തമ പുരുഷനായ നാരായണൻ കൈവല്യൻ എന്ന് അറിയപ്പെടുന്നു എന്നും ഭഗവാനെ സമീപിക്കുന്നതിന് ഒരുവനെ സഹായിക്കുന്ന മാർഗങ്ങളെ കൈവല്യ പന്ഥാവ് അഥവാ ഭഗവാനെ പരമപുരുഷനെ പ്രാപ്യമാക്കുന്നതിനുള്ള ഏക മാർഗമാണെന്ന് വിശേഷിപ്പിക്കുന്നു എന്നും സമർത്ഥിക്കുന്നു. ഈ കൈവല്യ പന്ഥശ്രവണത്തിൽ നിന്നും അഥവാ പരമപുരുഷനുമായി ബന്ധപ്പെട്ട ആ വിഷയങ്ങളെ ശ്രവിക്കുന്നതിൽ ആരംഭിക്കുന്ന അത്തരം ഹരികഥാശ്രവണത്തിന്റെ സ്വാഭാവികമായ പരിണാമം ഭക്തന് യാതൊരു താല്പര്യവുമില്ലാത്ത സർവ്വ ലൗകിക വിഷയങ്ങളിൽ നിന്നുമുള്ള നിർമുക്തതയ്ക്ക് ഹേതുവാകുന്ന അതീന്ദ്രിയ ജ്ഞാനത്തിന്റെ പ്രാപ്തിയാണ്. ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയവും സാമൂഹികവുമായ എല്ലാ ലൗകിക പ്രവർത്തനങ്ങളും അനാകർഷകമായി തീരുകയും പക്വമായ അവസ്ഥയിൽ അത്തരം ഒരു ഭക്തനെ സ്വശരീരത്തിൽ പോലും താല്പര്യമില്ലാതായി തീരുകയും ചെയ്യുന്നു. എങ്കിൽ പിന്നെ ശരീരബന്ധങ്ങളെ കുറിച്ച് പറയേണ്ടതുണ്ടോ? അത്തരം ഒരു പ്രേമാവസ്ഥയിൽ ഒരുവൻ ഭൗതിക ഗുണങ്ങൾ എന്ന തിരകളാൽ പ്രക്ഷുബ്ധനാകുന്നില്ല. ഭൗതിക പ്രകൃതിയുടെ വ്യത്യസ്ത ഗുണങ്ങളും ഒരു സാധാരണ മനുഷ്യൻ അതീവ താല്പര്യം കാട്ടുന്ന അഥവാ ഒരു ഭക്തന് അനാകർഷകമായതും താല്പര്യമില്ലാത്തതും എന്നാൽ ഒരു സാധാരണ മനുഷ്യൻ പങ്കുചേരുന്നതുമായ സർവ്വലൗകിക പ്രവൃത്തികളും ആ പ്രേമാവസ്ഥയിലുണ്ട്. ഈ പ്രേമാവസ്ഥയിൽ ഇതിൽ പ്രതിനിവൃത്ത ഗുണോർമി എന്ന് വർണ്ണിച്ചിരിക്കുന്നു. മാത്രവുമല്ല അത് ആത്മപ്രസാദ അഥവാ ലൗകിക ബന്ധങ്ങളൊന്നുമില്ലാത്ത പരിപൂർണ ആത്മസംതൃപ്തിയാൽ സാധ്യമാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? ഭഗവാനെ പറ്റി മനസ്സിലാക്കുന്ന ആ ഒരു ജ്ഞാനം, അതിനെയാണ് എന്ത് പറയുന്നത്? കൈവല്യം എന്ന് പറയുന്നത് അല്ലെ. ഭഗവാനുമായിട്ട്, അതായത് ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള ഏക മാർഗം ഭക്തിയോഗത്തെ കൈവല്യം എന്ന് വിശേഷിപ്പിക്കുന്നു. ഭഗവാനെ സാക്ഷാത്കരിക്കാനുള്ള ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത് അത് ഭക്തിയോഗമാണ്. ഭഗവാന് ഭക്തിയുത സേവനം ചെയ്യലാണ്, പ്രേമയുത ഭക്തിയുത സേവനം ചെയ്യലാണ് ഭഗവാനെ പ്രാപിക്കാനുള്ള ഒരേ ഒരു മാർഗം. അതിനെ കൈവല്യം എന്ന് പറയുന്നു. അപ്പൊ ഭഗവാനെ ഭക്തിയുത സേവനത്തെ കൈവല്യം എന്ന് പറയുമ്പോൾ ഭഗവാനെ കൈവല്യൻ എന്നും പറയുന്നു. ഭഗവാനെ സമീപിക്കുന്നതിനെ സഹായിക്കുന്ന മാർഗങ്ങളെ കൈവല്യ പന്ഥാവ്, പന്ഥാവ് എന്ന മാർഗം അല്ലെ, അതായത് ഭഗവാനെ സേവനം ചെയ്യുന്ന അതിന് നമ്മൾ സ്വീകരിക്കുന്ന മാർഗങ്ങളെയാണ് കൈവല്യ പന്ഥാവ് എന്ന് പറയുന്നത്. അതായത് ഭക്തിത സേവനത്തെ കൈവല്യം എന്ന് പറയുന്നു. ഭഗവാൻ കൈവല്യൻ ആണ്. അതിനുവേണ്ടി, അതായത് ഭഗവാനെ പ്രാപിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന മാർഗങ്ങളെ കൈവല്യ പന്ഥാവ് എന്ന് പറയുന്നു. പിന്നെ കൈവല്യ പാന്ത ശ്രവണത്തിൽ നിന്നും അഥവാ പരമപുരുഷനുമായി ബന്ധപ്പെട്ട ആ വിഷയങ്ങളെ ശ്രവിക്കുന്നതിൽ ആരംഭിക്കുന്ന അത്തരം ഹരികഥാ ശ്രവണത്തിന്റെ സ്വാഭാവികമായ പരിണാമം ഒരു ഭക്തന് യാതൊരു താല്പര്യവുമില്ലാത്ത സർവ്വലൗകിക വിഷയങ്ങളിൽ നിന്നുള്ള നിർമുക്തതയാണ്. അതായത് ഇത് ശ്രീമദ് ഭാഗവതത്തിൽ തന്നെ ഒരു ശ്ലോകം ഉണ്ട്. ശൃണ്വതാം സ്വഗതാ കൃഷ്ണഃ പുണ്യശ്രവണ കീർത്തനഃ ഹൃദയന്തസ്തോഹ്യ ഭദ്രാണി വിതുനോതി സുഹൃത് സദാം. അതായത് നമ്മൾ ഈ ഒരു പന്ഥാവ് എന്ന് പറയുന്നത് എന്താണ്? ഭഗവാന്റെ നാമം ജപിക്കുക, ഭഗവാന്റെ സങ്കീർത്തനങ്ങളിൽ പങ്കെടുക്കുക അല്ലെ, ഭഗവാനെ കീർത്തിക്കുക, ഭഗവത്ഗീത ഭാഗവതം കേൾക്കുക, പഠിക്കുക അല്ലെ. ഇതൊക്കെയാണ് എന്ത്? ഈ കൈവല്യ പന്ഥാവ് അല്ലെ. നമ്മൾ ഭഗവാനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന മാർഗങ്ങളാണ് എന്ത്? ഈ പറയുന്ന ശ്രവണങ്ങളും കീർത്തനങ്ങളും ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ ഈ കീർത്തനങ്ങളും ശ്രവണങ്ങളും ചെയ്യുമ്പോ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ ഹൃദയത്തിലെ മാലിന്യങ്ങളൊക്കെ ഇല്ലാതെയാവുന്നു അല്ലെ. ആ വ്യക്തിക്ക് ഈ ലൗകിക വിഷയങ്ങളിൽ നിന്നുള്ള യാതൊന്നിനോടും താല്പര്യമില്ലാതെയായി നമ്മൾ പൂർണ്ണമായിട്ടും അതീന്ദ്രിയ അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നു അത് അല്ലെ. നമുക്ക് അങ്ങനെയുള്ള ഒരു ഭക്തന് സ്വശരീരത്തിൽ പോലും താല്പര്യമില്ലാതായി തീരുന്നു എന്നാണ് പറയുന്നത്. നമ്മള് ശാരീരികമായി ഇതിപ്പോ മരിച്ചു പോകുന്ന ശരീരം അല്ലെ, ഉപേക്ഷിച്ച് പോകേണ്ടതാണ്. എപ്പോഴാണ് മരണം വരുന്നത് നമുക്കറിയില്ല. അപ്പൊ മാക്സിമം ഈ ശരീരത്തിന്റെ സംരക്ഷിക്കാൻ നിൽക്കാതെ അത്രയും സമയം ഭഗവാന്റെ നാമം ജപിക്കുക എന്ന് ചിന്തിക്കുമാരെ ആ ഒരു ഭക്തിയിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്നാണ് പറയുന്നത്. അത്തരം ഒരു പ്രേമാവസ്ഥയിൽ ഒരുവൻ ഭൗതിക ഗുണങ്ങൾ എന്ന തിരമാലകളാൽ പ്രക്ഷുബ്ധനാകുന്നില്ല. അപ്പൊ നമ്മള് ഭാഗവതത്തിന്റെ തുടക്കത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലേ, എന്താണ് താപത്രയ ഉന്മൂലനം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. താപത്രയ ഉന്മൂലനം അതായത് എങ്ങനെയാണ് ഭക്തിയിൽ വരുന്ന ഒരാൾക്ക് ഈ താപത്രയ ഉന്മൂലനം സംഭവിക്കുന്നത്? അതാണ് ഇവിടെ പറയുന്നത്. അതായത് അവർക്കും പ്രോബ്ലംസ് ഒക്കെ വരും അല്ലെ, എല്ലാ പ്രോബ്ലംസും, ശരീരത്തിന് പ്രോബ്ലംസ് വരും,
അതുപോലെ ഫാമിലിയിലെ പ്രോബ്ലംസ് വരും, പല പല ബുദ്ധിമുട്ടുകൾ വരും നമുക്ക് അല്ലെ. പക്ഷെ ആ വ്യക്തിനെ അത് ബാധിക്കില്ല എന്നാണ് പറയുന്നത്. എന്തുകൊണ്ട് ബാധിക്കില്ല? ആ വ്യക്തിയുടെ ശരീരത്തെ പറ്റി പോലും ബോധേടല്ല. അതുകൊണ്ട് തന്നെ ഈ വരുന്ന ഭൗതിക ഗുണങ്ങളാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ അദ്ദേഹം പ്രക്ഷുബ്ധനാകുന്നില്ല എന്നാണ് പറയുന്നത്. ഭൗതിക പ്രകൃതിയുടെ വ്യത്യസ്ത ഗുണങ്ങളും ഒരു സാധാരണ മനുഷ്യൻ അതീവ താല്പര്യം കാട്ടുന്ന അഥവാ ഒരു ഭക്തന് അനാകർഷകമായതും താല്പര്യമില്ലാത്തതും എന്നാൽ ഒരു സാധാരണ മനുഷ്യൻ പങ്കുചേരുന്നതുമായ സർവ്വലൗകിക പ്രവൃത്തികളും ആ പ്രേമാവസ്ഥയിലുണ്ട്. ഈ പ്രേമാവസ്ഥയിൽ പ്രതി നിവൃത്ത ഗുണോർമി എന്ന് വർണ്ണിച്ചിരിക്കുന്നു. അപ്പൊ ഈ ഒരു ശ്ലോകത്തില് പ്രതി നിവൃത്ത ഗുണോർമി എന്ന്, അതായത് ഇതിൽ പറയുന്നത് വേറൊന്നുമല്ല, നമ്മള് ഭഗവത്ഗീതയില് 2-ാമത്തെ അധ്യായത്തിൽ ഒരു ശ്ലോകം പഠിച്ചിട്ടുണ്ട്. യാനിശാ സർവഭൂതാനാം, ശ്ലോകം മുഴുവൻ ഓർമ്മയില്ല. അതായത് 2-ാമത്തെ അധ്യായത്തിൽ 69-ാമത്തെ ശ്ലോകമാണ്. അതായത് ഈ സാധാരണ ഈ ഭൗതിക ലോകത്തുള്ള വ്യക്തികള് ഏതിലൊന്നിലാണോ താല്പര്യം കാണിക്കുന്നത് അതില് ആർക്ക് താല്പര്യം ഉണ്ടാവില്ല? ഈ മുനി എന്ന് പറയുന്ന അല്ലെങ്കിൽ നമ്മുടെ ഭക്തനായിട്ടുള്ള വ്യക്തിക്ക് താല്പര്യം ഉണ്ടാവില്ല. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും ആർക്ക് താല്പര്യം ഉണ്ടാവുക? ഈ ഭക്തനായിട്ടുള്ള വ്യക്തിക്ക് അല്ലെ. ഭൗതികവാദിയും ഭക്തനും, ഇങ്ങനെ 2 വ്യക്തികളാണുള്ളത്. അപ്പൊ ഭൗതികവാദിക്ക് ഏതൊന്നിലാണോ അത്രയും സന്തോഷവും താല്പര്യവും ഉണ്ടാവുന്നത്, അത്രയും സന്തോഷം ഈ ഭക്തന് ഈ ഭഗവാന്റെ ഭക്തിയുത സേവനം ചെയ്യുന്നതിൽ ഉണ്ടെന്നാണ് പറയുന്നത്. ഈ പ്രേമാവസ്ഥയാണ് പ്രതിനിവൃത്ത ഗുണോർമി എന്ന് വർണ്ണിച്ചിരിക്കുന്നത്. അപ്പോ ഭൗതികമായിട്ടുള്ളവർക്ക് ആകർഷണം ഉണ്ടാവില്ല, പക്ഷെ ഭക്തന് ആകർഷണമുണ്ട്. ഏതില്? ഭഗവാന്റെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ എത്രയാണോ ഭൗതികവാദി ഭൗതികതയിൽ ആകർഷണം കാണിക്കുന്നത്, അത്ര തന്നെ സന്തോഷവും ആകർഷണവും ഭക്തന് ഭഗവാന്റെ കാര്യങ്ങൾ ചെയ്യാൻ ഉണ്ട്. മാത്രവുമല്ല അത് ആത്മപ്രസാദ അഥവാ ലൗകിക ബന്ധങ്ങൾ ഒന്നുമില്ലാത്ത പരിപൂർണ ആത്മസംതൃപ്തിയാൽ സാധ്യമാണ്. ഒന്നാന്തരം ഭഗവത് ഭക്തൻ ഈ അവസ്ഥയെ ഭക്തിയുത സേവനത്തിലൂടെ ആർജിക്കുന്നു. എന്നാലും അവന്റെ മഹത്വത്തെ കൂട്ടാക്കാതെ ഭഗവത് സംതൃപ്തിക്കായി ഭഗവത് മഹാത്മ്യങ്ങളെ പ്രഭാഷിക്കുന്ന ഒരു പ്രഭാഷകന്റെ ഭാഗം അവൻ സ്വമനസാലെ സ്വീകരിക്കുകയും നവഭക്തർക്ക് ലൗകിക താല്പര്യങ്ങളെ അതീന്ദ്ര പരമാനന്ദത്തിലേക്ക് പരിവർത്തിപ്പിക്കുന്നതിന് ഒരു അവസരം നൽകുന്നതിനായി ലൗകിക താല്പര്യത്തിലേക്കായി ആയാൽ പോലും എല്ലാവരെയും ഭക്തിയുത സേവനത്തിൽ പ്രസ്തുത രീതിയിൽ കൃത്യമായി യോജിപ്പിക്കുകയും ചെയ്യാം. ഇപ്പൊ ഇവിടെ പറയുന്നത് നമുക്ക് ശില പ്രഭുപാത്രം എടുക്കാം. അതായത് ഒരു ശുദ്ധ ഭഗവത് ഭക്തൻ എന്ന് പറയുന്ന വ്യക്തി ആ ഭഗവാന്റെ സേവനത്താൽ തന്നെ പരിപൂർണ സംതൃപ്തനാണ്. ആ വ്യക്തിക്ക് മറ്റൊന്നും ചെയ്യാനില്ല. പക്ഷേ ആ വ്യക്തി എന്ത് ചെയ്യുന്നു? മറ്റുള്ളവർക്ക് കൂടെ ഭഗവാനെ കിട്ടാൻ വേണ്ടിയിട്ട് ആ വ്യക്തി എന്ത് ചെയ്യാണ്? അവർക്ക് ഭഗവാനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ശില പ്രഭുപാത്ര ഭഗവാന്റെ ശുദ്ധ ഭക്തനാണ്. അദ്ദേഹത്തിന് ബൈ ഡീഫോൾട്ട് ഭഗവാനിൽ ഭക്തിയുണ്ട്. ശുദ്ധ ഭക്തനായതുകൊണ്ട് തന്നെ ഭക്തിയുത സേവനത്തിൽ പരിപൂർണമായ ആത്മസംതൃപ്തിയും ലഭിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹം എന്താ ചെയ്തത്? ലോകം മുഴുവൻ സഞ്ചരിച്ച് എല്ലാവർക്കും ഭഗവാനെ കുറിച്ച് പറഞ്ഞു കൊടുത്ത് എല്ലാവരെയും ഭക്തന്മാരാക്കാനായിട്ട് പരിശ്രമിക്കുക ചെയ്തത് അല്ലെ. അപ്പൊ എല്ലാവരെയും അതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുകയാണ് ഒരു ശുദ്ധ ഭക്തനായിട്ടുള്ള വ്യക്തി. കുറച്ച് താഴോട്ടേക്ക് ഇറങ്ങി വന്നിട്ട്, അതായത് ശുദ്ധ ഭക്തി എന്ന തലത്തില് നമുക്ക് പ്രീച്ചിങ് ചെയ്യാൻ പറ്റില്ല എന്നാ പറയുന്നത്. നമ്മൾ ആ 2-ാം തലത്തിലേക്ക് ഇറങ്ങി വരണം. ഈ ശുദ്ധ ഭക്തന്മാര് 2-ാം തലത്തിലേക്ക് ഇറങ്ങി വന്നാണ് അവര് പ്രീച്ച് ചെയ്യുന്നത്. കാരണം അവർക്ക് ഈ ഭൗതികതയിലുള്ള ആളുകളോട് സംസാരിക്കണമെങ്കിൽ അവർ ഭൗതികമായ തലത്തിലേക്ക് ഇറങ്ങി വരണം. അതുകൊണ്ടാണ് 2 തരത്തിലുള്ള ഭക്തന്മാരെ കുറിച്ച് പറയാറ്. ഒന്ന് ഗോഷ്ഠ്യാനന്ദികളും, മറ്റൊന്ന് ഭജനാനന്ദികളും. ഭജനാനന്ദികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഒന്നും ഭഗവാനെ കുറിച്ച് ഒന്നും പറഞ്ഞു കൊടുക്കില്ല. അവര് ഭഗവാനെ ആരാധിക്കും, അവർക്ക് ആത്മസംതൃപ്തിയും കിട്ടും. പക്ഷെ ഗോഷ്ഠ്യാനന്ദികൾ എന്ന് പറയുന്നവര് ഭഗവാനെ കുറിച്ച് മറ്റുള്ളവർക്ക് പ്രീച്ചിങ് ചെയ്തിട്ട് മറ്റുള്ളവരെ കൂടെ ഭക്തി മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ പരിശ്രമിക്കുന്നവരാണ് എന്നാണ് പറയുന്നത്. ഭക്തിയുത സേവനത്തിൽ പ്രസ്തുത രീതിയിൽ കൃത്യമായി യോജിപ്പിക്കുകയും ചെയ്യാം. ഒരു പരിശുദ്ധ ഭക്തന്റെ ഈ പ്രവൃത്തിയെ നിർബന്ധ കൃഷ്ണ സംബന്ധേ യുക്തം വൈരാഗ്യം ഉച്ചതേ എന്ന് ശില രൂപഗോസ്വാമി വർണ്ണിച്ചിരിക്കുന്നു. ഭഗവത് സേവനവുമായി അഭിതം കൃത്യമായി യോജിപ്പിച്ച അഥവാ പ്രസ്തുത രീതിയിൽ സന്ധിബന്ധം ഉണ്ടാക്കിയ ലൗകിക പ്രവർത്തനങ്ങൾ പോലും അതീന്ദ്രിയമായി ആത്മജ്ഞാനപരമായി അഥവാ അംഗീകൃത കൈവല്യ പ്രേമബന്ധങ്ങളായി കണക്കാക്കപ്പെടുന്നു. അപ്പോ ഇതിനെ ശ്രീ രൂപ ഗോസ്വാമി എന്താ പറയുന്നത്? നിർബന്ധ കൃഷ്ണ സംബന്ധേ വൈരാഗ്യം ഉച്ചതേ. അതായത് നമ്മൾ ഫോഴ്സ്ഫുള്ളി ആണെങ്കിൽ പോലും ഭഗവാനുമായിട്ട് ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടുമ്പോൾ വൈരാഗ്യം ഉച്ചതേ, നമുക്ക് എന്ത് വരുന്നു? വിരക്തി വരുന്നു. ഭഗവത് സേവനവുമായി അഭിതം കൃത്യമായി യോജിപ്പിച്ച അഥവാ പ്രസ്തുത രീതിയിൽ സന്ധിബന്ധം ഉണ്ടാക്കിയ ലൗകിക പ്രവർത്തനങ്ങൾ പോലും അതീന്ദ്രിയമായി ആത്മജ്ഞാനപരമായി അഥവാ അംഗീകൃത കൈവല്യ പ്രേമബന്ധങ്ങളായി കണക്കാക്കപ്പെടുന്നു. അപ്പോൾ ഭഗവാന് വേണ്ടി ചെയ്യുന്ന ഈ ഭൗതികമായ കാര്യങ്ങൾ പോലും അത്
അതീന്ദ്രിയമായി മാറും എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ സ്മാർട്ട് ഫോൺ ഉണ്ട് അല്ലെ. സ്മാർട്ട് ഫോൺ എന്താണ്? ഭൗതികമായിട്ടുള്ള ഒരു വസ്തുവാണ്. ഈ ഭൗതികമായ വസ്തു നമ്മൾ ഉപയോഗിച്ചിട്ട് ഭഗവാനെ കുറിച്ച് അറിയാനും ഭഗവാനെ സംബന്ധിക്കുന്ന ജ്ഞാനം ലഭിക്കാനും വേണ്ടി ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതെന്തായി മാറാണ്? ആ ഭൗതികമായ സാധനം പോലും ഒരു അതീന്ദ്രിയമായ സാധനമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിനെയാണ് ഇവിടെ പറയുന്നത്. ഹരേ കൃഷ്ണ. വാഞ്ചാകൽപതരൂപേണ കൃപാസിന്ധുഭ്യവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. अनंत कोटि वैष्णव वृंद की जय, श्री प्रभुपाद की जय, गुरु महाराज की जय, नित्याय गौर प्रेमानंदे, हरि हरि बोल। हरे कृष्णा। सर्वं श्री कृष्णार्पणमस्तु। हरे कृष्णा। ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ